മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ഈ ജീവിതം, ആ മകളുടെയും ജീവിതം ഇങ്ങനെ കട്ടയും പണം മടക്കാനായിട്ടുള്ള യഥാർത്ഥ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാവ്യ മാധവനാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും മഞ്ജു വാര്യർ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ദിലീപ്. ദിലീപിന് അത്ര ഇഷ്ടമാണ്. ദിലീപിന് മഞ്ജു വാര്യരും ഭയങ്കര ഇഷ്ടമാണ്. അവരെ പ്രേമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്ഥിമ പിടിച്ച പ്രേമമായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. ശരിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഞ്ജു വാര്യർ ടോപ്പിൽ നിൽക്കുന്ന സമയത്താണ് അതൊക്കെ ഉപേക്ഷിച്ച് ഒരു സാധാരണ പെണ്ണിൻ്റെ പോലെ നമ്മുടെ ദിലീപിനെ കല്യാണം കഴിച്ചത്. നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ സിനിമാ ഫീൽഡിൽ നിന്ന് മഞ്ജു വാര്യർ പോണതിൽ ഒരുപാട് സങ്കടം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും ദിലീപ് മഞ്ജു വാര്യരെ ഒഴിവാക്കിയതിനില്ല. നമ്മുടെ കാവ്യ മാധവനായിട്ട് കുറേ സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു. അവർ തമ്മിൽ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹം പോലെ കാവ്യ മാധവൻ ദിലീപിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായത്. അങ്ങനെ അവർ ദിലീപിനെ അതിലേക്ക് വലിച്ചടക്കുക ചെയ്തത്. അങ്ങനെ നിന്നിട്ടാണ് ഇവർ തമ്മിലുള്ള ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങിയത്. പക്ഷെ അതൊരിക്കലും ദിലീപ് സ്വപ്നത്തിൽ വിചാരിച്ചില്ല മഞ്ജു വാര്യർ ഒഴിവാക്കണം എന്നുള്ളത്. മഞ്ജു വാര്യർ അത്ര ഇഷ്ടമാണ്, മഞ്ജു വാര്യർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നാളും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ അവിഹിതമായിട്ട് ഇങ്ങനെ ഈ സ്നേഹം പാരലായിട്ട് പോകണം എന്നാണ് ദിലീപ് വിചാരിച്ചത്. പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി, അതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പോൾ ഏറ്റവും അധികം ദേഷ്യം ദിലീപിനോടുണ്ടായത് നമ്മുടെ മഞ്ജു വാര്യർക്കാണ്. പിന്നെ ഇങ്ങനെ ഒരു കേസും കൂടി വന്നപ്പോൾ മഞ്ജു വാര്യർ ശരിക്കും ഒരു പ്രാന്തത്തിനെ പോലെയായി. ഒരു ചിത്രയും സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത്രയും ഗൗരവം വന്നു. അപ്പോൾ ഈ കാവ്യയായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിലും അത് കഴിഞ്ഞ് കാവ്യയുടെ കല്യാണം വേറെ കഴിഞ്ഞു പോയി, അവിടെ നിൽക്കാണ്ട് കാവ്യ തിരിച്ചു വന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നേരത്താണ് ഈ കേസും കൂടി വന്നിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് നമ്മുടെ മഞ്ജു വാര്യർ പ്രഖ്യാപിക്കണം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഇതൊരു വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത്.